നീ അത് കാറിൽ വെച്ച് മറന്നോ? ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കിക്കേ, നീ അത് കാറിൽ വെച്ച് മറന്നോ. അപ്പോൾ നമുക്കറിയാം ഈ സെൻറ്റൻസ് ഓൾറെഡി പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഡിഡ് യു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഡിഡ് യു. ഇനി ഇവിടെ മറന്നോ എന്നുള്ളൊരു വാക്കുണ്ട്. മറന്നോ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാം? നമുക്ക് ഫൊർഗെറ്റ്, ഫൊർഗോട്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ആ വാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു പ്ലേസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് കാറിൽ വെച്ച് മറന്നോ. ഓക്കെ, അപ്പോൾ അവിടെ മറന്നോ എന്നതിൻ്റെ കൂടെ ഒരു പ്ലേസ് കൂടി വരുന്നുണ്ട്. ആ കേസിൽ നമുക്ക് ഫൊർഗോട്ട്, ഫൊർഗെറ്റ് എന്നിങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഈ ഫൊർഗോട്ട് അല്ലെങ്കിൽ ഫൊർഗെറ്റിൻ്റെ കൂടെ പ്ലേസ് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഐ ഫൊർഗോട്ട് മൈ ബുക്സ് അറ്റ് ഹോം. അപ്പോൾ വീട്ടിൽ വെച്ച് മറന്നു അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പ്ലേസ് നമുക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ് ലീവ് ആണ്. ഓക്കെ, ലീവ് പ്ലസ് പ്ലേസേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നീ അത് കാറിൽ വെച്ച് മറന്നോ എന്ന് ചോദിക്കുമ്പോൾ ഡിഡ് യു കഴിഞ്ഞിട്ട് ഫൊർഗെറ്റ് അല്ല, പകരം നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ലീവ് എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഡിഡ് യു ലീവ് അത് എന്നുള്ളത് ഇറ്റ്. ഡിഡ് യു ലീവ് ഇറ്റ് കാറിൽ വെച്ച്. കാറിൽ വെച്ച് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഡിഡ് യു ലീവ് ഇറ്റ് ഇൻ ദ കാർ. ഡിഡ് യു ലീവ് ഇറ്റ് ഇൻ ദ കാർ എന്ന് വേണം പറയാനായിട്ട്. താങ്ക് യു. English Mithra. Stop worrying, start learning.